മിനിങ്ങാന്ന് UN സെക്യൂരിറ്റി സേനയിൽ നടന്നിട്ടുള്ള യോഗം തന്നെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണെന്നാണ് ഞാൻ പറയുന്നത്. അവർ വളരെ കൃത്യമായ ചോദ്യങ്ങൾ പാകിസ്ഥാനോട് ചോദിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്തുകൊണ്ടാണ് മിസൈൽ പരീക്ഷണം നടത്തിയത്, നിങ്ങൾ എന്തിനാണ് അണ്വായുധങ്ങൾ പ്രയോഗിക്കുമെന്ന ഇതും ഭീഷണി മുഴക്കുന്നതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ പാകിസ്ഥാൻ എൻവോയിയെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, വളരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് പുറത്താക്കുകയാണ് ചെയ്തത്. അതൊരു ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു പിന്തുണ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പാകിസ്ഥാൻ അത് കിട്ടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത്, ഒരു വിക്ടിംഹുഡ് നറേറ്റീവാണ് ഉണ്ടാക്കുന്നത്. അതായത് 26ഓളം സിവിലിയൻസ് കൊല്ലപ്പെട്ടു, 46ഓളം കുട്ടികളടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു, അപ്പോൾ ഞങ്ങളിങ്ങനെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. ഈ ടാർഗറ്റുകൾ മുഴുവൻ സിവിലിയൻ കേന്ദ്രങ്ങളാണെന്ന് വരുത്തി തീർക്കാനാണ് ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഭീകര കേന്ദ്രങ്ങളാണ്, ആ ഭീകരർക്ക് പരിശീലനം നടക്കുന്ന സ്ഥലങ്ങളാണ്, ആ സ്ഥലങ്ങളെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, ആ ലൊക്കേഷനിലാണ് ബോംബിട്ടിരിക്കുന്നത്, ആ രീതിയിലാണ് അക്രമം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വെരി എല്ലാ പ്രിസിഷനോടും കൂടി എന്താ പറയുക, ഒരു നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു മൂവായിരുന്നു നമ്മൾ നടത്തിയിട്ടുള്ളത്. നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ആ മൂവ് നടത്തിയിട്ടുള്ളത്. നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു സിവിലിയൻ ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഏരിയയിലേക്കോ കടന്നു പോകാതെ, ഒരു സിവിലിയൻ പോലും കൊല്ലപ്പെടാതെ ആ രീതിയിലുള്ളൊരു ആസൂത്രണമാണ് നടത്തിയത്. ആ ആസൂത്രണം ഫലവത്താവുക തന്നെ ചെയ്തു. നിശ്ചയമായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കനത്ത തിരിച്ചടിയാണ്. ഒരു നല്ല മറുപടിയാണ് ഇന്ത്യ ഈ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്.